പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 16 വ്യാഴാഴ്ച. ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ഞാനതൊരു വാക്യം വായിക്കട്ടെ. 38-ാമത്തെ വാക്യം. അവർ അവരെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? ഭയാക്രാന്തരായ ശിഷ്യന്മാരാണ് യേശുവിനെ വിളിച്ചുണർത്തുന്നത്. സാഹചര്യം ഇതാണ്. ഉപങ്ങളിലൂടെ പഠിപ്പിച്ചതിന് ശേഷം യേശു തോണിയിൽ മറുകരയ്ക്ക് പോകാൻ രാത്രിയായി. വലിയ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങുമെന്ന മട്ടായി. യേശു അമരത്ത് തലയണ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. വലിയ കൊടുങ്കാറ്റുണ്ടാകുമ്പോഴും തോണി മുങ്ങാൻ പോകുമ്പോഴും യേശു അറിഞ്ഞ മട്ടില്ല. അപ്പോഴാണ് ഭയന്ന് വിളിച്ച് ശിഷ്യന്മാർ ചോദിക്കുക, നീ അറിയുന്നില്ലേ? യേശു ഉണർന്നു, കാറ്റിനെ കടലിനെ ശാസിച്ചു. കടൽ ശാന്തമായി. അപ്പോൾ ഇത് എന്നും ഒരു പ്രസക്തമായ കാര്യമാണ്. അപ്പോൾ ഒത്തിരി ധ്വനികളുള്ളതാണ് ഈ കടൽ കടക്കൽ. യേശുവിൻ്റെ കൂടെ തോണിയിൽ മറുകരയ്ക്ക് പോവുകയാണ്. ഇപ്പോൾ ജീവിതയാത്രയാണ്. അത് വ്യക്തി ജീവിതമാകാം, സഭയുടെ ജീവിതമാകാം. സഭയെ തോണിയായിട്ടാണ് കണക്കാക്കുക. വലിയ കോളിളക്കം സംഭവിക്കാറുണ്ട് സഭാചരിത്രത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും. ഒരുപാട് അപകടങ്ങളുണ്ടാകാം. എല്ലാം നശിക്കുന്നു തോന്നുന്ന സാഹചര്യം ഉണ്ടാകാം. ഭയം, ശിഷ്യന്മാരെ പോലെ ഭയം നിലവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഓർക്കുക, ഈ തോണിയിൽ യേശു ഉണ്ടായിരുന്നു. തോണി മുങ്ങിയാൽ യേശു മുങ്ങും. അത് യേശു ഒരിക്കലും സമ്മതിക്കുകയില്ല. അപ്പോൾ യേശു കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ എൻ്റെ തോണി, എൻ്റെ ജീവിതത്തിൽ യേശു ഉണ്ടോ? ഈ അപകടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് സഭയിലാണ്. ഇന്ന് വലിയ പ്രതിസന്ധികൾ നേരിടുകയാണല്ലോ. ആഭ്യന്തരമായിട്ടും പുറമേ നിന്നും രാഷ്ട്രീയ തലത്തിൽ എല്ലാ തരത്തിലും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഈ സാഹചര്യത്തിലും ഈ സഭയാകുന്ന തോണി മുങ്ങാൻ യേശു അനുവദിക്കില്ല. കാരണം യേശുവാണ് ഈ തോണിയുടെ അമരത്തുള്ളത്. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിലും ഇതിനാണ് ഒത്തിരി പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, അപകടങ്ങളുണ്ടാകും. പക്ഷേ ഓർക്കുക, യേശു കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നാശം സംഭവിക്കുകയില്ല. അതുകൊണ്ട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്, യേശു നിൻ്റെ തോണിയിലുണ്ടോ? ജീവിതയാത്രക്കാരാ, നിൻ്റെ കാലടികൾ എങ്ങോട്ടാണ്? നിൻ്റെ യാത്ര, നിൻ്റെ തോണിയിൽ യേശു ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമരത്ത് യേശുവാണോ? ഓർക്കുക, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ യേശുവിൻ്റെ വാക്കിന് കാതോർക്കണം. യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് ഒരു അവബോധം ഉണ്ടാകണം. എന്നെ നയിക്കുന്നത് ഞാനല്ല, യേശുവാണെന്നുള്ള ബോധ്യം. അപ്പോൾ എന്ത് അപകടം ഉണ്ടായാലും, എന്തെല്ലാം പ്രതിബന്ധത ഉണ്ടായാലും കർത്താവിനെ കൈവിടുകയില്ല എന്ന ബോധ്യത്തിലൂടെ വിശ്വസിച്ച് വിശ്വസ്തയോടെ മുന്നോട്ട് പോകാനുള്ള കൃപ തവണ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നിൻ വഴിയേ നടക്ക